കായംകുളത്ത് കാർട്ടൂണിസ്റ്റ് ശങ്കറിൻ്റെ സ്മാരകമായുള്ള ശങ്കർ മെമ്മോറിയൽ ആർട്ട് ഗാലറി അല്ലെങ്കിൽ കേരള ലളിത അക്കാദമിയുടെ ആ ഗാലറിയിൽ ഈ ഓണാട്ടുകരയിലെ ധാരാളം ചിത്രകാരന്മാർ ഒത്തുകൂടി സാഗ എന്നൊരു സംഘടന ചിത്രകലയുടെയും ശില്പകലയുടെയും ഒക്കെ അഭ്യുന്നതയ്ക്ക് വേണ്ടിയിട്ട് ഉണ്ടാക്കിയൊരു സംഘടനയാണ്. അതിൻ്റെ ആഭിമുഖ്യത്തിൽ ഞങ്ങൾ 10-25 കലാകാരന്മാർ ഒന്നിച്ചുകൂടി ഈ കൊറോണ കാലത്ത് പ്രത്യേകിച്ച് മഴയുടെ കാലഘട്ടത്തിൽ മറ്റ് സാഹചര്യങ്ങളൊന്നും ഇല്ലാത്തതിനാൽ അവിടെ കൂടുതൽ ഈ ചിത്രകാരന്മാരെല്ലാം കൂടി ഒത്തുകൂടിയിട്ട് ഒരു ഓൺലൈൻ എക്സിബിഷൻ രൂപീകരിക്കുകയാണ്. അതിനകത്ത് എൻ്റെ ചിത്രം എൻ്റെ തൊട്ടടുത്തുണ്ട്. ആ ചിത്രമാണ് ഞാൻ എക്സിബിറ്റ് ചെയ്യുന്നത്. എൻ്റെ ചിത്രത്തിനകത്ത് ധാരാളം രൂപങ്ങൾ, മനുഷ്യരൂപങ്ങൾ, മൃഗരൂപങ്ങൾ, വൃക്ഷരൂപങ്ങൾ, കെട്ടിടങ്ങളൊക്കെ ഒത്തുചേർന്നൊരു പെയിൻറ്റിങ്ങാണ് ഞാൻ ചെയ്യുന്നത്. മനുഷ്യനും സമൂഹവുമായിട്ടുള്ള ബന്ധങ്ങളെയാണിത് കാണിക്കുന്നത്. ബന്ധവും അതിനകത്തെ വൈപരീത്യങ്ങളും ഏകാത്മകതയും എല്ലാം ഒത്തുകൂടി മനുഷ്യൻ്റെ ജീവിതാവസ്ഥയെക്കുറിച്ചുള്ളൊരു ചിത്രീകരണമാണ് എൻ്റെ ചിത്രീകരണം. അതിനകത്തെ സ്നേഹവും പ്രകൃതിയുമായുള്ള സ്നേഹവും മനുഷ്യരും ജീവജാലങ്ങളുമായുള്ള സ്നേഹത്തിനെയാണ് ഞാൻ എൻ്റെ ചിത്രങ്ങളിൽ കൂടി പ്രതിപാദിപ്പിക്കുന്നത്. നിങ്ങൾ ഈ എക്സിബിഷൻ കണ്ടിട്ട് പ്രദർശനത്തെക്കുറിച്ചും ഞങ്ങളുടെ ചിത്രങ്ങളെക്കുറിച്ചും വിലയിരുത്തുക, വിമർശിക്കുക. ഇത്രയും. അതുകൂടെ വേണം, അല്ലാതെ പറ്റില്ല. അങ്ങനെ ആന്തരിക ശില്പങ്ങളെ തേടുന്ന ഒരു കാഴ്ചക്കാരനാണ്. അവിടെ ഈ ആത്മനൊമ്പരങ്ങളുടെ രേഖകൾ തേടി ഞാൻ ഇത്രയും 22 പേരുടെ ചിത്രങ്ങളിലൂടെ ഒരു ഓട്ടപ്രദർശനം, ഒരു കാഴ്ച നടത്തിയപ്പോൾ എനിക്ക് ആദ്യമായിട്ട് തോന്നുന്നത് അപ്രീസിയേഷനാണ്, അഭിനന്ദനമാണ്. സാഗ വൈവിധ്യം ഉള്ള ചിത്രങ്ങൾ. വൈവിധ്യം ഏതർത്ഥത്തിലാണെന്നറിയാമോ? ചിത്രത്തിന്റെ ആ ഇതിലല്ല, ചിത്രം പ്രൊഡ്യൂസ് ആവുന്ന വരയ്ക്കാൻ ആളുകൾ ഒരുപാട് കാര്യങ്ങൾ മാറ്റിവെച്ച് വരയ്ക്കാനിരിക്കുന്ന ആ ഭൂമികകളെ എല്ലാം പരിഗണിച്ചിരിക്കുന്നു. ഞാൻ എങ്ങനെ കണ്ടില്ല. ബാബുശേഖരല്ലേ, ബാബുശേഖരന്റെ ഒരു ചിത്ര പ്രദർശനം കാണാൻ ജീവിതത്തിലാദ്യമാണ് ഞാൻ പോയത്. കോവള കടപ്പുറത്ത് വെച്ച സന്ധ്യാണ്. സൂപ്പറാണ്. ഞാൻ കൃഷ്ണവർണ്ണങ്ങളോട് വളരെയധികം പ്രാമുഖ്യമുള്ള ഒരാളാണ്. അപ്പൊ അതിന് പാരലായിട്ട് സൺസെറ്റ് സൂര്യാസ്തമയത്തിന്റെ ചായകൂടിയതിനെ ചിത്രീകരിച്ച് വല്ലാത്തൊരു അനുഭവമാണ്. പ്രകൃതി എല്ലാം നേച്ചറാണ്. സ്വർഗവും ഭൂമിയും ചുംബിക്കുമീ ദിനം, നക്ഷത്രശോഭിതം സന്മനോ സാന്ത്വൻ. അടുത്തതായിട്ട് നമ്മുടെ ചിത്രങ്ങളെ കുറിച്ച്
അതിലെ ലെക്ചറർ പ്രൊഫസറായിരുന്നു അദ്ദേഹം. ഇത് നമ്മുടെ സാറിനെ ഒന്ന് പരിചയപ്പെടുത്തുന്നതായിരിക്കും. ഡെമോൺസ്ട്രേഷൻ ക്ലാസ് എടുക്കാൻ വന്ന സാറിനെ ഒന്ന് പരിചയപ്പെടുത്തുന്നതായിരിക്കും. ഈ സംസാരിച്ച് പിന്നെ സമയം കളയുന്നില്ല. എന്നാലും വർത്താനം പറയാൻ തുടങ്ങിയാൽ ചിലപ്പോൾ അങ്ങ് നീണ്ടു പോയാലും സാരമല്ല, ഇതേ നിങ്ങൾ കേൾക്കാൻ വേണ്ടിയിട്ടാണ്. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, സാഗായിലെ മെമ്പേഴ്സ് അല്ലാതെ ഇവിടെ കൊച്ചു കുട്ടികളായിട്ടുള്ള ചിത്രകാരന്മാരും ഒക്കെ ഉണ്ട്, കാണാനുള്ളവരുണ്ട്, അധ്യാപകരുണ്ട്, പിന്നെ നമ്മുടെ ഈ വീടുമായിട്ട് ബന്ധപ്പെട്ട ആൾക്കാരുണ്ട്, പിന്നെ നമ്മുടെ പത്രസാറിൻ്റെ കുടുംബാംഗങ്ങളുണ്ട്. ഞങ്ങൾ സാഗായിലെ മെമ്പേഴ്സ് ഉണ്ട്. സാഗ എന്ന് പറയുന്നത് കായംകുളത്ത് പിന്നെ ശങ്കർ പ്രശസ്തനായ കാർട്ടൂണിസ്റ്റിൻ്റെ പേരിൽ ലളിതകല അക്കാദമി ഒരു ഗാലറി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ആ ഗാലറിയിൽ പിന്നെ അവിടെ ഒരു ചിത്രകാരന്മാരുടെ ഒരു സെൻറ്ററും ഉണ്ട്. അവിടെ അതിനോടുകൂടി ഈ കാർട്ടൂൺ ഗാലറിയോടൊപ്പം തന്നെ എക്സിബിറ്റ് ചെയ്യാൻ പെയിൻറ്റിങ്ങുകൾ, ചിത്രം പ്രദർശിപ്പിക്കുന്ന ഒരു സെൻറ്ററൊക്കെ ഉണ്ട്. അപ്പോൾ അവിടെ ഈ ചിത്രങ്ങൾ കാണാനും അതിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ അറിയുവാനും ഒക്കെ ചിത്രകാരന്മാരുടെ ഒരു കൂട്ടായ്മയാണ് സാഗാസ്. ശങ്കർ ആർട്ട് ഗാദറിങ് എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പ് രൂപീകരിച്ചിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ ഏതാണ്ട് 1 വർഷം കഴിയുന്നു. അപ്പോൾ തുടക്കത്തിൽ തന്നെ ഞങ്ങളൊരു പ്രദർശനത്തോടു കൂടിയാണത് തുടങ്ങിയത്. അങ്ങനെ ഓരോ പരിപാടികൾ ഇങ്ങനെ അവരുടെ പിന്നെ കലയുടെ ദർബാർ എന്ന് പറഞ്ഞൊരു പരിപാടി അവിടെ വെച്ച് നടക്കുന്നുണ്ട്. വളരെ പ്രശസ്തരായ ചിത്രകാരന്മാരെ അവിടെ വിളിച്ചു കൊണ്ടുവന്നിട്ട് അവരുടെ പിന്നെ സ്ലൈഡ് പ്രദർശനങ്ങൾ, ഇടയ്ക്കർ രാജൻ സാറിൻ്റെ ശിഷ്യന്മാരായിട്ടുള്ള ആൾക്കാരുണ്ട്. അങ്ങനെ എല്ലാവരും ഒരു തരത്തിലല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ വളരെ അറിയപ്പെടുന്ന ധാരാളം ചിത്രകാരന്മാർ നമ്മുടെ കൂട്ടത്തിലുണ്ട്. അപ്പോൾ അവരുടെയൊക്കെ ഒരു പരിപാടിയായിട്ട് ഞങ്ങൾ അവിടെ വെച്ച് ഈ ഒരു ഡെമോൺസ്ട്രേഷൻ ക്ലാസ് നടത്താൻ, അപ്പോൾ അത് അക്കാഡമിക്ക് എന്തോ ചില അസൗകര്യങ്ങളുള്ളതിനാൽ നമ്മുടെ ഭദ്രൻ സാറിൻ്റെയൊക്കെ സ്നേഹത്തോടു കൂടി സാറിൻ്റെ വീട്ടിൽ വെച്ച് ആദ്യത്തെ പരിപാടി നടത്താം എന്നൊക്കെയുള്ളൊരു താല്പര്യത്തിൻ്റെ ഞങ്ങളിവിടെ. ഉണ്ണികൃഷ്ണ സ്വാമിയെ കുറിച്ച് പറയുമ്പോൾ ഇന്നും വെളുപ്പാങ്കാലത്ത് ഞാൻ സാറിൻ്റെ ചിത്രങ്ങളിലൂടെ ഇങ്ങനെ ഒരുപാട് നേരം ഇങ്ങനെ അത് കാണുമ്പം ഞാൻ മനസ്സിലാക്കുന്നത് വളരെ ശാന്തനായി നടന്നുകൊണ്ട് ഈ ലോകത്തെ മുഴുവൻ അദ്ദേഹത്തിൻ്റെ കാഴ്ചയ്ക്കകത്ത് ഒതുക്കിക്കൊണ്ട് അതനുസരിച്ച് ഇങ്ങനെ ഒഴുകി എന്ന് വെച്ചാൽ അദ്ദേഹത്തിൻ്റെ ചിത്രങ്ങൾ തന്നെ ഒരു വലിയ ഒഴുക്കായിരുന്നു. ആ ഒഴുക്ക് ഒരിക്കലും നിലയ്ക്കുന്നില്ല. നമുക്കതെല്ലാം വേണ്ടതുപോലെ തന്നിട്ടാണ് നേരത്തെ പോയെങ്കിലും നമുക്ക് മതിയാവോളം ആസ്വദിക്കാനും നമുക്ക് വീണ്ടും വീണ്ടും പഠനവിധേയമാക്കാനും കഴിയുന്ന രീതിയിലുള്ള മഹത്തായ ചിത്രങ്ങളാണ് ആ മഹാഗുരുവിൻ്റെ നിർമ്മാണത്തിലൂടെ ഉരുത്തിരിഞ്ഞു വന്നു. സാറിനെ കുറിച്ച് പറയുമ്പോൾ ഒരു അധ്യാപകൻ എന്നതിലുപരി അതിനപ്പുറത്ത് എനിക്ക് മാത്രമല്ല എല്ലാവർക്കും അങ്ങനെ ചിന്തിക്കാൻ ഒരുപാട് നന്മകൾ നിറച്ച് തന്നിട്ടാണ് സാറ് നമ്മുടെ സ്നേഹ ഓർമ്മയിൽ നിലനിൽക്കുന്നത്. അപ്പോൾ അതെന്നും അതുപോലെ തന്നെ നിലനിൽക്കും. അദ്ദേഹത്തിൻ്റെ ചിത്രങ്ങളെക്കുറിച്ച് ലോകം ഇനിയേറെ അറിയണം, അത് പഠനവിധേയമാക്കണം, അത് എന്നും സ്ഥിരമായി കാണാനുള്ള അവസരം ഉണ്ടാകണം. ആ മഹാജീവിതത്തിന് മുമ്പിൽ പ്രാർത്ഥനയോടെ ഇതിനപ്പുറത്തൊന്നും പറയുവാനില്ല. സന്തോഷം.